ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായമാണ് തുടങ്ങിയിരിക്കുന്നത്. It's a lengthy chapter. There's a lot of things we can learn in chapter 11. ഈ 11-ാം അധ്യായം ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് ഉള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയാനൊക്കത്തില്ല. It's more like how faith works. വിശ്വാസം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു എക്സ്പ്ലനേഷനോട് കൂടിയാണ് 11-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. Alright, so this is all the focus is on faith. എൻ്റെ 1-2 വാക്യം ഞാൻ വായിക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയവും ആകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. So faith is the assurance of things hoped for, the conviction of things not seen, for by it men of old gained approval. Now, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ എബ്രായ ലേഖനകർത്താവ് മടങ്ങിപ്പോകാനായിട്ട് ആഗ്രഹിക്കുന്ന, പിന്മാറ്റത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വിശ്വാസ ജീവിതത്തെ പറ്റി പറയുക. He's trying to teach them about a life of faith. How do you live by faith? ഈ പഴയ നിയമത്തിൽ നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ all the Old Testament saints, okay, how did they survive? How did they receive the approval from God? അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പോലെ പൂർവ്വന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് എങ്ങനാ? How did they get approval of God? നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, it's because of their faith in the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തത്തിലുള്ള വിശ്വാസത്തിൽ അതിൽ ആശ്രയിച്ചത് കൊണ്ടാണ് അവർക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയുന്ന ഭക്തന്മാർക്ക് കഴിഞ്ഞത്. So they trusted in the promises of God. Praise the Lord. ഈ നമുക്കറിയാം, ആദ്യത്തെ 1-2 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇച്ചിരി സമയം അതിൽ സ്പെൻഡ് ചെയ്തു. അവിടെ ഈ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫെയ്ത്ത് ഇൻ ദി പ്രോമിസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസമാണ്. ഓക്കെ, നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ഒരു കാര്യം നമ്മളൊന്ന് മനസ്സിൽ ഉറക്കണം. ഇറ്റ് ഈസ് ഫെയ്ത്ത് ഇൻ ദി promise of God. Whatever God has promised, so do you believe? ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞതിലുള്ള വിശ്വാസം. അത് ആര് പറഞ്ഞു എന്നുള്ള വിഷയം. Okay, ദൈവം പറഞ്ഞു, not because I said it or somebody else said it or president of a nation said it. No, it doesn't matter. അതൊന്നല്ല, it doesn't work that way. But God said it. Sovereign God said it. The creator God said it. സൃഷ്ടാവായ ദൈവം, സർവശക്തനായ ദൈവം, ആ ദൈവം പറഞ്ഞത് കൊണ്ടാണ് ആ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാക്കുകളാണ്. So at least that's the base on which we are going to build. Okay, that God said it, therefore I believe it. ഈ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇതിന്റെ ക്യാരക്ടർ, let's look at the character of faith. വിശ്വാസത്തിന്റെ സ്വഭാവത്തെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കണം. I told you that this is not a positive thinking. നമുക്കറിയാം, ഇങ്ങനെ കുറച്ച് പോസിറ്റീവ് തിങ്കിങ്, ശുഭാപ്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഹഞ്ച്, നമുക്കുണ്ടാകുന്ന ഒരു ഉള്ളിലുണ്ടാകുന്ന ഒരു തോന്നലല്ല വിശ്വാസം എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ സെന്റിമെന്റൽ ഫീലിംഗ് ദാറ്റ് യു ഹാവ്, നമുക്കുണ്ടാകുന്ന ഒരു വൈകാരികമായിട്ടുള്ള അനുഭവമല്ല വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിശ്വാസം എന്ന് പറയുന്നതിന് തലച്ചോറില്ലാത്ത, ബുദ്ധിയില്ലാത്ത വിഷയങ്ങളൊന്നും അല്ല. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യമൊന്നും അല്ല. ഈ ഫെയ്ത്ത് അറ്റ് ഇറ്റ്സ് കോർ ഈസ് സർട്ടനിറ്റി. വിശ്വാസത്തിന്റെ അകം തുളച്ചു എന്നാൽ അതിന്റെ ഏറ്റവും കേന്ദ്ര ഭാഗത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഒരു വാക്കിൽ പറഞ്ഞാൽ ഉറപ്പെന്നുള്ള കാര്യമാണ്. ഉറപ്പ്, ഇറ്റ് ഈസ് സർട്ടനിറ്റി. അതാണ് ഇവിടെ ഈ 1-2 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഫെയ്ത്ത് ഈസ്. സോ വാട്ട് ഈസ് എ ഹ്യൂജ് സർട്ടനിറ്റി ഓഫ് ഫെയ്ത്ത് ലൈക്ക്? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് തുടങ്ങിയത് അതാണ്, അല്ലെങ്കിൽ അവസാനിപ്പിച്ച സമയത്ത് ചിന്തിച്ചതാണ്.
സോ വാട്ട് ഈസ് ദിസ് സെർട്ടനിറ്റി? ഞാൻ പറഞ്ഞല്ലോ, ഫെയ്ത്തിന്റെ അകത്ത്, ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ അകത്ത് നമ്മൾ ചെല്ലാമെങ്കിൽ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് ഒരു സെർട്ടനിറ്റിയാണ്, നമുക്കുണ്ടാകുന്ന ഒരു ഉറപ്പാണ്. Now, next question is, if so, then how does it look like? ആ ഉറപ്പ് എങ്ങനെയുള്ളതാ? എങ്ങനെ എനിക്ക് ആ ഉറപ്പിനെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയും? ഇവിടെ നമ്മൾ ഈ വായിച്ച ഭാഗത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് ഫ്യൂച്ചർ സെർട്ടനിറ്റി. അതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത് ഭാവി സംബന്ധിച്ചുള്ള ഒരു ഉറപ്പാണ്. ഓക്കെ, ഈ വാക്യത്തിന്റെ പകുതി ഭാഗം, half of the verse actually speaks about a future certainty that faith brings. വിശ്വാസം നമുക്ക് കൊണ്ടുവരുന്ന ഭാവിയെ കുറിച്ചുള്ള ഒരു ഉറപ്പിനെ പറ്റിയാണ്. Now faith is the assurance of the things hoped for. അപ്പം നമ്മൾ ഹോപ്പ് ചെയ്യുന്ന, നമ്മൾ പ്രത്യാശിക്കുന്ന, ആശിക്കുന്ന ഒരു കാര്യമാണ്. ആശ കിടക്കുന്നത് ഫ്യൂച്ചറിലാണ്, ഭാവിയിലാണ് കിടക്കുന്നത്. അപ്പൊ ഭാവിയെ കുറിച്ചുള്ള ഒരു ഉറപ്പാണ് വിശ്വാസം എന്ന് ഇപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് പകുതി ഭാഗത്ത് മനസ്സിലായി. Half of it says it's certainty about the future. All right, so I said this is all about certainty. The focus is on certainty. ഉറപ്പാണ് ഇതിന്റെ കേന്ദ്ര വിഷയത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അതിനകത്ത് ഒരു ഭാഗം എന്ന് പറയുന്നത് ഭാവിയെ കുറിച്ചുള്ള ഒരു ഉറപ്പ്. It is certainty about the future. All right, so that's a kind of a little foundation that we need to understand. So faith gives substance to our hope also. Okay, അപ്പൊ നമ്മുടെ പ്രത്യാശയ്ക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണ്. There's a lot of things we hope for. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ അത് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചത്. We are hoping for Christ's return. നമ്മൾ പ്രത്യാശിക്കുന്ന ഒരു കാര്യമാണ്, ആശിക്കുന്ന ഒരു കാര്യമാണ്, എന്തുവാ? യേശു ക്രിസ്തു മടങ്ങി വരും. ഓക്കെ, അതിന്റെ ഒരു ഉറപ്പ് എൻ്റെ അകത്തുണ്ട്, എൻ്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. We are also hoping for resurrection. ഉയർപ്പ് സംഭവിക്കും, ഞാൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും, എൻ്റെ മരിച്ചുപോയ ആളുകൾ ഉയർത്തെഴുന്നേൽക്കും എന്ന ഒരാശ എനിക്കുണ്ട്. I also have a hope that if I die, I will rise up, or my close people, my children, husband, whoever it may be, the departed, they will also rise. That's a hope that I have. Now, faith gives me assurance of that hope. Other one is, I am hoping that I'll be glorified. ഇങ്ങനെ സ്വർഗത്തിൽ ഞാൻ പോകുമ്പോൾ, നിത്യതയിൽ ചെല്ലുമ്പോൾ, ഇവിടെ അസുഖം പിടിച്ച ഈ ശരീരവുമായിട്ടല്ല ഞാൻ പോകുന്നത്, എനിക്കൊരു തേജസ്സേറിയ ശരീരം ഉണ്ടാകും. I'll be glorified. തേജസ്കരണം എന്ന് പറഞ്ഞൊരു അവസ്ഥ എനിക്ക് ഉണ്ടാകും. Okay, now that is something that I'm hoping for. Now faith tells me that's going to happen. Okay, I also hope that I'm going to reign with Christ. ഞാൻ കർത്താവിനോട് ഒരു ദിവസം വാഴും എന്ന പ്രത്യാശയാണ്, ഭാവിയെ കുറിച്ച് പ്രത്യാശയുള്ളത്. വിശ്വാസം എനിക്ക് അതിന് ഒരു അടിസ്ഥാനം നൽകിയ ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പം ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു വിഷയത്തെ കുറിച്ചുള്ള ഉറപ്പ് എൻ്റെ വിശ്വാസം എനിക്ക് നൽകിയ. The faith is giving me assurance of something that I'm hoping for. All these things that I said, ഞാനിപ്പോ ലിസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്, ആശിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനൊരു ഉറപ്പ് എനിക്ക് എൻ്റെ വിശ്വാസം തരുന്നുണ്ട്. So it is certainty about a future. ഭാവിയെ കുറിച്ചുള്ള ഒരു ഉറപ്പാണ്, അല്ലെങ്കിൽ ഭാവി സംബന്ധമായിട്ടുള്ള ഒരു ഉറപ്പാണ്. ഇനി അതിന്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, this is also a visual certainty. ഇത് ദൃശ്യമായ ഒരു ഉറപ്പാണ്. അപ്പൊ ഞാൻ ഈ ഭാവിയിൽ കാണുന്ന പല കാര്യങ്ങളും അദൃശ്യമാണ്. What I'm hoping is unseen. It is in the invisible realm. അദൃശ്യമായ മണ്ഡലത്തിലെ വിഷയങ്ങളൊക്കെയാണ്. ഞാൻ എൻ്റെ തേജസ് ഞാൻ കാണുന്നില്ല, തേജസ് കാണുന്നില്ല, ഉയർപ്പ് ഞാൻ കാണുന്നില്ല, അല്ലെങ്കിൽ പുതിയ യെരൂശലേം ഞാൻ കാണുന്നില്ല. I'm not seeing all these things. I'm saying these are all in the unseen realms. Bible, when you read it, you have an idea. But I'm saying a lot of things that you're not seeing. But faith gives you some kind of a visual assurance, visual certainty. അപ്പൊ ഒരു ദൃശ്യമായ ഉറപ്പ് എനിക്ക് നൽകുന്നുണ്ട്. Amen. ഒന്ന്, എൻ്റെ ഭാവിയെ സംബന്ധിച്ച ഒരു ഉറപ്പ്, ഭാവി സംബന്ധമായ ഒരു ഉറപ്പ് വിശ്വാസം എനിക്ക് നൽകുന്നുണ്ട്. അടുത്തത് ദൃശ്യമായ ഒരു ഉറപ്പ് എനിക്കത്, ഇറ്റ്സ് എ കൺവിക്ഷൻ ഓഫ് തിങ്സ് നോട്ട് സീൻ.
കാണാത്ത കാര്യങ്ങളുടെ ഒരു നിശ്ചയം. Conviction of sins not seen. Okay, our faith is the organ by which we are able to see the invisible order and see it with certainty, just as our eyes behold physical realities. എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട്, okay, with my physical eyes I can see physical realities. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഭൗതികമായ യാഥാർത്ഥ്യങ്ങള്, ഭൗതിക സത്യങ്ങള് എൻ്റെ കണ്ണെന്ന് പറയുന്ന ഈ ഓർഗൻ കൊണ്ട് എനിക്ക് കാണാനൊക്കും. I can see it. I can see a book lying there. I can see a door there. I can see so many things. I can see you standing there or sitting there. That's what I see with my eyes. എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. അതിന് എൻ്റെ കണ്ണ് എനിക്ക് ആവശ്യമാണെങ്കിൽ, അദൃശ്യ ലോകത്തിലെ കാര്യങ്ങൾ കാണണമെങ്കിൽ I need to have an organ called faith. വിശ്വാസം എന്ന് പറയുന്ന ഒരു ഓർഗനിൽ കൂടെ, അല്ലെങ്കിൽ വിശ്വാസം എന്നൊരു വിഷയത്തിൽ കൂടെ മാത്രമേ അദൃശ്യ ലോകത്തെ എനിക്ക് കാണാനൊക്കത്തുള്ളൂ. I can only see the invisible world through faith. And it's a faith that really gives me assurance about invisible realities. അദൃശ്യമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് എനിക്ക് ആ കാഴ്ച നൽകുന്നത്, അല്ലെങ്കിൽ വിസിബിൾ റിയാലിറ്റി നൽകുന്നത്, ദൃശ്യമായ യാഥാർത്ഥ്യങ്ങൾ എനിക്ക് നൽകുന്നത്, ദൃശ്യമായ ഉറപ്പ് നൽകുന്നത് വിശ്വാസമാണ്. അപ്പം വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. നമ്മൾ കാണുന്നുണ്ട്, യാക്കോബ് വീട്ടിൽ നിന്ന് ചേട്ടനെ കളിപ്പിച്ച് ഓടിപ്പോയി രാത്രിയില് താൻ പോയി ഒരു സ്ഥലത്ത് നിന്ന് കിടക്കുക. അവിടെ ഒന്ന് കിടക്കുന്ന സമയത്ത് he's there running away from his brother Jacob, after stealing all the blessings from the father. And at night, he was alone in a lonely place. He took a stone, used this as a pillow. അവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് he sees a vision. What is he seeing? Is the angels on business on his behalf. തനിക്ക് വേണ്ടി ദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഭയങ്കര ബിസിനസ്സിലാണ്. Now, where did he see that? It's in his faith. He sees it through the eyes of faith. And he said, surely the Lord is in this place I did not know. തീർച്ചയായിട്ടും ദൈവം ഇവിടെയുണ്ട്. God is in this place and I didn't know. ഞാനത് അറിഞ്ഞില്ല. God is in this place. തന്റെ കണ്ണല്ലത് കണ്ടത്, ഹൃദയമാണ് കണ്ടത്. വിശ്വാസത്തിന്റെ കണ്ണാണ് അത് കാണുന്നത്. ബിക്കോസ് ഇൻവിസിബിൾ വേൾഡ് കാണുവാൻ ഈ നഗ്നനേത്രത്തിൽ your eyes cannot see the invisible world. Only faith inside can see that invisible reality. Amen. So Jacob saw the unseen spiritual order, future certainty, that which is to come becomes present. അപ്പം ഭാവി നടക്കുന്ന കാര്യങ്ങളെ എനിക്കിപ്പോൾ വർത്തമാനകാലത്തിൽ ഒരു യാഥാർത്ഥ്യമായിട്ട് തന്നെ കാണിക്കുന്നതിന്റെ പേരാണ് വിശ്വാസം. So this is something faith does. Something in the invisible realm, but the faith makes it as if it is real, present, right in front of me, that I can see. എനിക്ക് കാണത്തക്ക രീതിയിൽ, എൻ്റെ അന്തരംഗത്തിന് കാണത്തക്ക രീതിയിൽ, എൻ്റെ അന്ധക്കണ്ണുകൾക്ക് കാണത്തക്ക രീതിയിൽ ഒളിഞ്ഞു കിടക്കുന്ന, ഭാവിയിൽ കിടക്കുന്ന, അദൃശ്യമണ്ഡലത്തിൽ കിടക്കുന്ന വിഷയങ്ങളെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണാത്ത കാര്യങ്ങൾക്ക് ഒരു നിശ്ചയം നൽകുന്ന ഒരു വിഷയമാണ് വിശ്വാസം. So I want you to just think about these two things. It is an assurance. Okay, this is an assurance. So it's a substance, it is evidence, it is witness. And താഴെ വായിക്കുന്നുണ്ട്, അതിനാലാണല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. സോ വിശ്വാസം നമുക്ക് നൽകുന്നത് ഒരു ഉറപ്പ് നൽകുന്നു, തെളിവ് നൽകുന്നു, നിശ്ചയം നൽകുന്നു, സാക്ഷ്യം നൽകുന്നു. So three things that faith does. It gives us substance, it gives us evidence, it gives us witness. ഈ മൂന്ന് കാര്യങ്ങൾ വിശ്വാസം നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നുവല്ലോ. Praise God. And I want you to understand, faith is not
in contradiction with reason, though sometimes it goes above reason. വിശ്വാസം എന്ന് പറയുന്നത് യുക്തിക്ക് വിപരീതമല്ല, എന്നാൽ ചില സമയങ്ങളിൽ അത് യുക്തിക്ക് അതീതമായിട്ട് പോകുന്നു. സോ ദിസ് ഇസ് അഗെയിൻ സംതിങ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. വിശ്വാസം യുക്തിക്കെതിരല്ല, പക്ഷെ ചില സമയത്ത് അത് യുക്തിക്ക് അതീതമായിട്ട് പോകുന്നു. Praise God. Hallelujah. There are so many biblical examples that we can really think about where, humanly speaking, it is impossible. But with God, nothing is impossible. Praise God. So, വിശ്വസിക്കുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല, ഒന്നും അസാധ്യമല്ല. ആ വിഷയങ്ങളെ കുറിച്ചുള്ള ആന്തരികമായിട്ടുള്ള ഒരു ഉറപ്പും ഒരു കാഴ്ചയും വിശ്വാസം എനിക്ക് നൽകുന്നുണ്ട്. It also gives us witness deep inside of our hearts. നമ്മുടെ ഉള്ളിൽ, അവിടെ 11-ാം അധ്യായത്തിൽ 2-ാം വാക്യം പറയുന്നു, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. For by it men of old gained approval. So faith enabled people in the old, people in the past to overcome. അവർക്ക് ജയിക്കാൻ, ജയാളികളായി തീരുവാൻ അവരെ സഹായിച്ചത് വിശ്വാസമായിരുന്നു. വിശ്വാസം മൂലം പൂർവ്വന്മാർക്ക് സാക്ഷ്യം ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. Praise God. Then നമ്മൾ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, look at verse 3. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. By faith, we understand that the worlds were prepared by the word of God, so that what is seen was not made out of things which are visible. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ദൈവം ലോകത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? We understand that the world was framed by word of God. ഈ ലോകം, നമ്മൾ ഈ കാണുന്ന ഈ ദൃശ്യമായ ലോകം ദൈവത്തിന്റെ വചനത്താലാണ് ഉളവാക്കപ്പെട്ടത്. It has came to existence because of the word of God. Okay? How do we know it? We simply believe it by faith. വിശ്വാസത്താൽ നമ്മൾ മനസ്സിലാക്കുക. It is by faith we understand. Okay? Because in Genesis 1 verse 3, we read, God said, let there be light, and there was light. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു. അപ്പൊ എന്താ ഉണ്ടായി? വെളിച്ചം ഉണ്ടായി. God commanded and things came into existence. God called things forth into existence. So, പണ്ട് ആസ്തികമില്ലാത്ത പലതിനെയും വിളിച്ച് ദൈവം എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഇല്ലാത്തതിനെ ദൈവം ഉള്ളതാക്കി മാറ്റി. He called things out of nothing. ഒന്നുമില്ലായ്മ എന്ന്, ശൂന്യത്തിൽ നിന്ന് ദൈവം വിളിച്ചു. അപ്പൊ അതിനോട് പറയാണ്, ഈ ദൃശ്യമായ ലോകത്തിൽ നമ്മൾ കാണുന്നത് ഇത് ദൃശ്യമായ മറ്റെന്തെങ്കിലും ഒന്നും വന്നതല്ല. What you see today, it did not come from anything that is visible. നമ്മൾ ദൃശ്യമായിട്ട് കാണുന്ന ഇതിൽ നിന്നൊന്നുമല്ല ഇത് വന്നത്. God called things into existence. In Psalms 33 verse 6 നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. By the word of the Lord the heavens were made, and all the host of them by the breath of his mouth. He spoke and it was done. He commanded and it stood fast. ശ്രദ്ധിച്ചോണം, യഹോവയുടെ വചനത്താൽ ആകാശവും അതിന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. Okay, the word of the Lord, the heavens were made, and all the host of them by the breath of his mouth. So then while തന്റെ വാ കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, the Lord simply spoke and things came into existence. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. So this is 33 and verse 9. Okay? He simply declared and things happened. He simply commanded
and things came into existence. അപ്പൊ അവിടെ, and we know this by faith. വിശ്വാസത്താൽ നമ്മൾ അതൊക്കെ അറിയുന്നത് എങ്ങനെയൊക്കെ സംഭവിച്ചെന്ന്. Okay, we did not see this act of creation. ദൈവത്തിന്റെ ഈ സൃഷ്ടിപ്പ് നമ്മൾ കണ്ടില്ല, പക്ഷെ നമ്മൾ വിശ്വാസത്താൽ അത് മനസ്സിലാക്കുകയാണ്. We only know it by faith. വിശ്വാസത്താൽ മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. We know this by we know this by reason, because we know the world was created by an intelligent designer. അപ്പൊ നമ്മൾ റീസൺ ഉപയോഗിച്ചാലും യുക്തി ഉപയോഗിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇത് ആരോ ഒരാൾ വിളിച്ചതാ, ബുദ്ധിയുള്ള ആരോ വിളിച്ചതാ. ഇതിന്റെ പുറകിൽ ഒരു രൂപകൽപ്പന ചെയ്തൊരു ഡിസൈനർ ഉണ്ട്. ഇത് ചുമ്മാ സംഭവിച്ചതല്ല. It simply did not come. There is somebody behind, somebody orchestrated this whole thing. ഇത് മുഴുവൻ രൂപകൽപ്പന ചെയ്ത ഒരു ശില്പി ഇതിന്റെ പുറകിലുണ്ട് എന്ന് യുക്തി പോലും നമ്മളോട് പറയും. യുക്തിക്ക് മനസ്സിലാകത്തില്ല how this happened, but the yukti says, your reason says it really happened this way. So we understand all things by faith. Okay? Now, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അതായത് അബ്രഹാമിനോട് സാറായോടും ദൈവം പറയുന്നു, നിങ്ങൾ ഒരു മകനുണ്ടാകാൻ പോവാ. Okay, you're going to have a child. God said to Abraham and Sarah. But the reason says it's impossible. Your body is dead. നിങ്ങളുടെ ശരീരം നിർജീവമാണ്. That's what reason says. നമ്മുടെ യുക്തി പറയുന്നതാ. But it is not unreasonable to believe that the God who created life and the God who created womb could do this, and that would do it according to his promise. ജീവനെ സൃഷ്ടിക്കുന്ന ദൈവവും ഗർഭപാത്രത്തെ സൃഷ്ടിച്ച ദൈവത്തിനും ആ ഗർഭപാത്രത്തിന് ജീവൻ കൊടുക്കുവാൻ ഒരുപാടുമില്ല. See, this is where we need to, this is where reason needs to work with faith. So ഇവിടാണ് യുക്തി ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുക്തിക്ക് അതീതമാണ്. യുക്തിക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ, പക്ഷെ യുക്തിക്ക് ഒരിക്കലും പറയാൻ ഒക്കത്തില്ല ഇത് സാധിക്കുകയല്ല. കാരണം you're talking about God who created everything. സകലം ഉണ്ടാക്കിയ ദൈവമാണ്. ആ ദൈവമാണ് ജീവന്റെ ദാതാവ്. ആ ദൈവമാണ് ഗർഭപാത്രം ഉണ്ടാക്കിയത്, മനുഷ്യനെ സൃഷ്ടിച്ചതും. സൃഷ്ടാവായ ദൈവം നിർജ്ജീവമായിരിക്കുന്ന ഒരു ശരീരത്തിന്, ഒരു ശരീരഭാഗത്തിന്, ഗർഭപാത്രത്തിന് ജീവൻ കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കാൻ കഴിയത്തില്ലയോ? It is, reason says it's so difficult to believe, but it can happen. It is beyond reason. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം. The peace that passeth all understanding. ലോകത്തിലെ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല, how is this going to be possible? Okay, how is this going to be possible? So we believe this by faith. അപ്പൊ ഇത്രയൊരു ഡെഫിനേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം വിശ്വാസത്തിന്റെ ഈ രണ്ട് സൈഡ് പറഞ്ഞു നിങ്ങളോട്. ഇതിനകത്ത് ഇത് മുഴുവൻ സർട്ടനിറ്റിയാണ്, ഇതെല്ലാം ഉറപ്പാ. ഏതെല്ലാം ഉറപ്പ്? ദൈവം പറഞ്ഞതിലുള്ള ഉറപ്പ്, ദൈവത്തിന്റെ വാക്തത്വങ്ങളുടെ ഉറപ്പ്. ആ ഉറപ്പ് എനിക്ക് ഭാവിയെക്കുറിച്ച് ഒരു ഉറപ്പ് നൽകുന്നു, അദൃശ്യ ലോകത്തെക്കുറിച്ച് ദൃശ്യമായ ഒരു ഉറപ്പ് നൽകുന്നു. ഓക്കെ, കാണാത്ത കാര്യങ്ങളെ കൺമുൻപിൽ എന്ന പോലെ എന്നെ കാണിക്കുന്നത് വിശ്വാസമാണ്. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോലെ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. നമ്മളെല്ലാം പാടുന്ന പാട്ടാ ഇതൊക്കെ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോലെ വിശ്വസിക്കുവാൻ എന്നെ സഹായിക്കുന്നത് എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസമാണ്. ഈ വിശ്വാസം നമുക്കില്ലെങ്കിൽ ഈ പരിപാടി നമ്മൾ ഫോൾഡ് ചെയ്ത് പോകുന്ന നല്ലത്. വിശ്വാസീയതും പറ്റില്ല, നമുക്ക് അധികം നാൾ മുമ്പോട്ട് പോകാനൊക്കത്തില്ല. നമ്മളിപ്പോ ജീവിക്കുന്നത് വിശ്വാസത്തിലാണോ അല്ലയോ നമ്മൾ ശോധന ചെയ്യിച്ചാൽ, അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. സെർച്ച് യുവർസെൽഫ് ആൻഡ് സീ ഇഫ് യു സ്റ്റിൽ ലിവ് ഇൻ ഫെയ്ത്ത്. വിശ്വാസം പോയെങ്കിൽ ഈ മാർഗം തീർന്നു. That's the reason എബ്രായ ലേഖനത്തിൽ വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നു, വിശ്വാസമില്ലെങ്കിൽ തീർന്നു. ദൈവത്തിന്റെ അടുത്ത് നമ്മൾ കാണുന്നുണ്ട്, അതായത്
ആറാം വാക്യം ഇങ്ങനെ പറയുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ. Again, verse 6, same chapter. And without faith it is impossible. Listen, without faith it is difficult to please God എന്നല്ല എഴുതിയിരിക്കുന്നത്. Without faith it is impossible to please God. There's a difference between difficult and impossible. Okay? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അസാധ്യമാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നല്ല എഴുതിയിരിക്കുന്നത്, അസാധ്യമാണെന്ന് എഴുതിയിരിക്കുന്നത്. It is impossible to please God without faith. ഇനി ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ എന്ത് വിശ്വസിക്കണം? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. You have to first believe God exists. ദൈവമുണ്ട്, ദൈവം ജീവിക്കുന്നു, ദൈവം ശക്തനാണ്, കഴിവുള്ളവനാണ്, സർവശക്തനാണ് എന്ന് വിശ്വസിക്കണം. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയാണെന്ന് വിശ്വസിക്കുക. You have to believe that he is almighty, all powerful, all knowing, omniscient, omnipotent, omnipresent ഒക്കെ വിശ്വസിക്കണം. Okay? ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനെന്നും വിശ്വസിക്കേണ്ടതാവുന്നു. And God must believe that he is a rewarder of those who seek him. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം റിവാർഡ് കൊടുക്കുന്ന ആളാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഉള്ളൂ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോലെ ജീവിക്കാൻ ഒക്കുന്നത്. It is only through faith I can see. So faith is very important. ഇവരോട് പറയുക, നിങ്ങൾ പോകരുത് കേട്ടോ, കർമ്മമാർഗത്തിലേക്ക് പോകരുത്. Don't go back to that work. Don't go back to the law. ന്യായപ്രമാണത്തിലേക്ക് പോകണ്ട, ആ യാഗത്തിലേക്ക് പോകണ്ട, ആ പൗരോഹിത്യത്തിലേക്ക് നിങ്ങൾ ഇത് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇവിടെ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് നിങ്ങളിവിടെ കണ്ടു. സകലത്തൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, പഴയ നിയമ യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠൻ, പഴയ നിയമ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠൻ, അഹരോന്യ മഹാപൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. കർത്താവിന്റെ യാഗത്തെ പറ്റി പറയുന്ന ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു യാഗമില്ല. With all these things, now you are called to live by faith. വിശ്വാസത്താൽ ജീവിക്കാൻ വിളിക്കുക. ഇനിയും നമ്മൾ ഇതിന്റെ 4-ാമത്തെ വാക്യം തൊട്ട് 40 വരെയുള്ള വാക്യങ്ങൾ, ആക്ച്വലി ഇറ്റ് ഈസ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ഫെയ്ത്ത്. ആ വിശ്വാസത്തിന്റെ ഒരു പ്രദർശനത്തിന്റെ ഒരു ഭയങ്കര ലിസ്റ്റാണ്. ഇറ്റ് കവേഴ്സ് സെഞ്ചുറീസ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോണം. അനേക നൂറ്റാണ്ടുകൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ആളുകളെ പിക്ക് ചെയ്താണ് നമ്മളോട് ഇതൊക്കെ പറയുന്നത്. ഓക്കെ, വിശ്വാസത്തിന്റെ ഒരു പ്രദർശനം, ഇറ്റ്സ് എ ഡെമോൺസ്ട്രേഷൻ, അല്ലെങ്കിൽ ഒരു പ്രകടനം. എബ്രായ ലേഖന കർത്താവ് ഇനി എഴുതുക, ഇറ്റ് ഈസ് ടു ഓൾ ദ പീപ്പിൾ, ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ഷോ യു, കം ഓൺ, പേ അറ്റൻഷൻ ടു ദീസ് തിങ്സ്. ഈ വിശ്വാസങ്ങളുള്ളത് കൊണ്ടാണ് ഭൂമി സൃഷ്ടിച്ചതെന്നും ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിച്ചതെന്നും നമ്മൾ വിശ്വസിക്കുന്നത്. ഈ എബ്രായ ലേഖനം എഴുതുന്ന സമയത്ത് അന്നത്തെ ലോകം വിശ്വസിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഫ്രം മെറ്റീരിയൽ തിങ്സ് ദ വിസിബിൾ വേൾഡ് ഹാസ് കം. ഈ പദാർത്ഥ ലോകത്തിൽ നിന്നാണ് ഈ ഭൂമി ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നത്. അന്നവർ വിശ്വസിച്ചത് അങ്ങനെയാണ്. ബട്ട് അതിന് കോൺട്രറി ആയിട്ടാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. പദാർത്ഥ ലോകത്തിൽ നല്ല ഉണ്ടായിരുന്ന ഏതോ ഒരു ഭൗതികത്തിനകത്തും ദൈവം മാറ്റി ഉണ്ടാക്കിയതല്ല. God simply said it and it came. ദൈവം ഒന്നുമില്ലായ്മ എന്ന് വിളിച്ചു വരുത്തിയെന്നാണ് വേദപുസ്തകം പറയുന്നത്. ശൂന്യതയിൽ നിന്ന് വിളിച്ചു. So it is totally different to അന്നത്തെ മനുഷ്യന്റെ ഫിലോസഫി. ആ വിഷയം സംബന്ധിച്ചുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. It was contrary to what popular belief was. Okay, the author is actually starting with Abel right from the beginning. Okay, ആദ്യ മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. Faith at the beginning of man's history. So മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭത്തിലേക്ക് ഈ എബ്രായ ലേഖനകർത്താവ് നമ്മളെ കൊണ്ടുപോവുക. അവിടുന്ന് ആരംഭിക്കുന്നതാണ് ഈ സ്റ്റാർട്ടിങ് വിത്ത് ദ മാൻ കോൾഡ് ഏബൽ, അല്ലെങ്കിൽ ഹാബേൽ. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായി യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും
അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. This is talking about the faith of Abel. By faith we understand, by faith Abel offered to God a better sacrifice than Cain, through which he obtained the testimony that he was righteous, God testifying about his gifts, and through faith, though he is dead, he still speaks. അപ്പൊ ദൈവം തന്നെ ഇവിടെ വാസ്തവത്തിൽ ഹാബേലിനെ കുറിച്ച് ഒരു ടെസ്റ്റിമണി വാസ്തവത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണുന്നു. പരിശുദ്ധാത്മാവ് ഒരു ടെസ്റ്റിമണി ഹാബേലിനെ കുറിച്ച് തന്നെ പറയും. ഇവിടെ നമ്മൾ കാണുന്നത് ഹാബേലിന്റെ വിശ്വാസത്തിൽ നമ്മൾ കാണുന്നത് ഫെയ്ത്ത് വേർഷിപ്പിംഗ്, വിശ്വാസം ആരാധിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഫെയ്ത്ത് വേർഷിപ്പിംഗ്, വിശ്വാസം ആരാധിക്കുന്നു. നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. ദിസ് ഗോസ് ബാക്ക് ടു ജെനസിസ് 4. നാലാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് കയീനും ഹാബേലും യാഗം കഴിക്കാൻ പോകുന്നു. ഓക്കെ, എന്നാൽ ഈ ആബേലിനെ കുറിച്ച് പറയുന്ന ആബേൽ നീതിമാനായിരുന്നു എന്ന് പറയാൻ ഒറ്റ കാരണം എന്ന് പറയുന്നത് ആബേലിന് വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് ആ ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇറ്റ്സ് ബിക്കോസ് ഹി ഹാഡ് ഫെയ്ത്ത്. ഒറ്റ വ്യത്യാസം, രണ്ടാളുകളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, one person had faith, the other person did not have faith. അങ്ങനെ ഫെയ്ത്ത് ഉള്ള ഒരാള് സാക്രിഫൈസ് കൊടുക്കുന്നു, ഫെയ്ത്ത് ഇല്ലാത്ത ഒരാളും സാക്രിഫൈസ് കൊടുക്കുന്നു. സോ let me find that verse for you here. So we just get this idea that ഇവിടെ കർത്താവ് ഇവിടെ മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവര്, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ കിണ്ടികളുടെ പുറം പിടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. So is it both to you, you scribes and Pharisees, hypocrites, for you clean the outside of the cup and of the dish, but inside they are full of robbery and self-indulgence. So ഇവിടെ കാണുന്നത് പുറത്ത് നോക്കിയാൽ ഭക്തരാ, they look so religious people, but deep inside there's no faith. There's no faith. ഇവർ രണ്ടാളുകളും കാണുമ്പോൾ ഈ വരുന്ന ചിത്രം വ്യത്യാസം വാസ്തവത്തിൽ ഇവിടെ ഉള്ളത്. So God had to demonstrate to Adam and children the true way of worship, and Abel obeyed God in faith. അപ്പം ആദാമിനോട് ശരിക്കും പറഞ്ഞാൽ ദൈവം ആദാമിനോടും മക്കളോടും എങ്ങനെയാണ് ശരിയായിട്ട് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. God had given to Adam and his children. So both Cain and Abel knew this. രണ്ട് കയീനും ഹാബേലിനും ശരിയായിട്ട് എങ്ങനെയാണ് യാഗം കഴിക്കേണ്ടത്, വഴിപാട് കഴിക്കേണ്ടത് എന്നുള്ള കാര്യം ആദാമിലൂടെ രണ്ടുപേർക്കും അറിയാമായിരുന്നു. ഓക്കെ, എന്നാൽ ഒരാൾ അത് വിശ്വസിച്ചു, മറ്റേ ആൾ വിശ്വസിച്ചില്ല. That's the difference. Abel obeyed God in faith. Okay, and his obedience cost him his life. ദൈവത്തെ അനുസരിച്ചു, വിശ്വസിച്ചു. ആ അനുസരണം തന്റെ മരണത്തിനിടയായി തീർന്നു. That is really true. Cain was not a child of God. സാബിൻ ഒരു ദൈവത്തിന്റെ മകനും അല്ലായിരുന്നു. യോഹന്നാൻ 1 യോഹന്നാനിൽ നമ്മളത് കാണുന്നുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. കാര്യം because he had no faith. അവനൊരു വിശ്വാസം ഇല്ലായിരുന്നു. Okay, he was religious, but he was not righteous. അവൻ നീതിമാനല്ലായിരുന്നു. Okay, and because he did not have faith, അവന് വിശ്വാസം ഇല്ലായിരുന്നു. ഒരു വിശ്വാസം, ഒരു ദൈവം എന്ത് ചെയ്തില്ല, ആ വിശ്വാസമില്ലാതെ അർപ്പിച്ച യാഗം ദൈവം അംഗീകരിച്ചില്ല. So this is a difference. ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. I think I will only have time to speak about just a little bit things about Abel here. By faith Abel offered to God more excellent sacrifice. So difference between ഈ രണ്ട് sacrifice with Cain and Abel and their sacrifice was not between animal and vegetables. ഒരാൾ ആടിനെ കൊടുത്തു, ഒരാൾ കുറച്ച് വെജിറ്റബിൾ കൊടുത്തു. ഇതല്ല ആക്ച്വലി അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. The difference was Abel's sacrifice
was made by faith. അപ്പം ഈ ഹാബേല് യാഗം കഴിച്ചത് വിശ്വാസത്താൽ യാഗം കഴിച്ചു. കയീൻ ഇനി എന്തെല്ലാം കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞാലും കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരുന്നത് കയീൻ വിശ്വാസമില്ലാതെ യാഗം അർപ്പിച്ചു. സോ വിശ്വാസമില്ലാതെ യാഗം അർപ്പിച്ചവന്റെ യാഗം ദൈവം സ്വീകരിച്ചില്ല. വിശ്വാസത്തോടെ അർപ്പിച്ചവന്റെ യാഗം ദൈവം സ്വീകരിച്ചു. സോ ദാറ്റ്സ് ദി ഡിഫറൻസ്. ഓക്കെ, സോ ഗോഡ് ഈസ് ടെസ്റ്റിഫൈങ് ഓഫ് ഹിസ് ഗിഫ്റ്റ്സ്. ഇവന്റെ ദാനത്തെ കുറിച്ച്, വഴിപാടിനെ കുറിച്ച് സ്വർഗം സാക്ഷ്യം പറയുക. പ്രൈസ് ഗോഡ്. അപ്പം താൻ മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. Even after the death, Abel is still speaking. The reason? Faith. Faith in God. And he offered to God a sacrifice because he believed in God. He believed what God said. He obeyed what God asked him to do. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതേ രീതിയിൽ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് താൻ ദൈവത്തിന് അർപ്പിക്കുക. ദൈവത്തെ വിശ്വസിക്കാതെ തന്റെ സഹോദരൻ അതർ. സോ ഫെയ്ത്ത് ഈസ് വർഷിപ്പിംഗ്. ഇവിടെ നമ്മൾ കാണുന്നു, ഇതാ വിശ്വാസം ആരാധിക്കുന്നു. ആരാധിക്കുന്ന വിശ്വാസം. തൊട്ടടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. By faith Enoch was taken up so that he could not see death, and he was not found because God took him up, for he obtained the witness that before his being taken up he was pleasing to God. അവൻ എടുത്തുകൊള്ളുന്നതിന് മുൻപ് തന്നെ ദൈവത്തിൽ നിന്ന് എനിക്കൊരു സാക്ഷ്യം കിട്ടി, I am pleased with you. ഹാബേലിൽ നമ്മൾ കാണുന്നത് ആരാധിക്കുന്ന വിശ്വാസമാണെങ്കിൽ, ഹാനോക്കിൽ നമ്മൾ കാണുന്നത് നടക്കുന്ന വിശ്വാസമാണ്. ഇറ്റ്സ് ഫെയ്ത്ത് വാക്കിംഗ്. ദൈവത്തോട് കൂടെ നടക്കുന്ന വിശ്വാസം, ദൈവത്തോട് കൂടെ നടക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന വിശ്വാസം. And every single person here, from here onwards, you're talking about Noah, you're talking about Abraham, you're talking about Sarai, then we are talking about Jacob, Joseph, Moses. ഇങ്ങനെ കുറെ ബാക്കി പിന്നെ പേരില്ലാത്ത കുറെ ആളുകളുടെ ലിസ്റ്റുകളുണ്ട്. They all talk about different things. So we will pick it up next Wednesday. So with today, I'm just want to close right there. ആ ഭാഗത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. ഈ ഹാനോക്കിനെ പറ്റി നമുക്കൊരു കാര്യം, there are so much things about Enoch that I wanted to say. Okay, നമ്മുടെ വിശ്വാസം വളരുന്നു. Our faith in God grows as we fellowship with God. നമ്മൾ ദൈവത്തോട് കൂട്ടായ്മ അനുസരിച്ച് കൂടുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്, വിശ്വാസം വളരുന്നത്. So we all must have a desire to please him, and then have the diligence to seek him. ഇപ്പൊ രണ്ട് കാര്യം നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന്, ദൈവത്തെ പ്ലീസ് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടാവും. അടുത്തത്, അതിനൊരു ഡിലിജൻസ് നമുക്ക് വേണം. ദൈവത്തെ അന്വേഷിക്കാൻ ഒരു ഡിലിജൻസ്, ഒരു ഉത്സാഹം. സോ ഒരു ആഗ്രഹവും ഉത്സാഹവും, ഈ രണ്ട് കാര്യങ്ങൾ. We need to have desire and diligence. These two things should go together. Okay, prayer, meditation of the word of God, worship, discipline, all of these help us in our work with God. ദൈവത്തോടുള്ള നമ്മുടെ നടപ്പിൽ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് പ്രാർത്ഥന, വചനധ്യാനം, ആരാധന, നമ്മുടെ ഡിസിപ്ലിൻ, നമ്മുടെ ശീലങ്ങൾ. ഇതെല്ലാം നമ്മളെ ദൈവത്തോട് കൂടെ നടക്കുന്ന കാര്യത്തിൽ നമ്മളെ സഹായിക്കും. ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഹാനോക്ക് പഠിപ്പിക്കുന്ന രണ്ട് കാര്യം എന്താന്ന് ചോദിച്ചു. ഒന്ന്, we should have a desire, then we should have a diligence. ദൈവത്തോട് കൂടെ നടക്കാൻ അവിടെ പറഞ്ഞത് by faith Enoch, വിശ്വാസത്താൽ ഹാനോക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലയോ? മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ
കാണാതെയായി. Okay, അത് it has got so many different translations ഉണ്ട് ആ വിഷയം സംബന്ധിച്ച്. Even the word translation is actually used there. Here is a man who walked, Genesis 5 നമ്മൾ പോയാൽ അതിന്റെ സ്റ്റോറി കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. Genesis 5, as a man who walked with God and he was not, for God took him. തനിക്ക് മെഥുസലേക്ക് ഉണ്ടായി കഴിയുമ്പോൾ 65 വയസ്സായപ്പോൾ മെഥുസലേ ഉണ്ടാകുന്നു. Since that day he started walking. Bible says he walked in 300 years. അടുത്ത 300 വർഷം ദൈവത്തോട് കൂടെ മനുഷ്യൻ നടന്നു. ആ 300 വർഷം കൂടെ നടന്നത് വിശ്വാസം കൊണ്ടാണ്. It is because of faith he walked with God. It's because of diligence he walked with it. ദൈവത്തോടുകൂടെ 300 വർഷം നടക്കാന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. It is that diligence, ആ സ്ഥിരോത്സാഹം, ആഗ്രഹം, because he walked with God. ഈ പല എബ്രായ സ്കോളേഴ്സും ഹീബ്രു സ്കോളേഴ്സ് ഒക്കെ വിശ്വസിക്കുന്നത് ഹാനോക്കിന് എന്തോ വലിയ ഭയങ്കര സ്ട്രേഞ്ച് റെവലേഷൻസ്, വെളിപ്പാടുകളൊക്കെ ദൈവത്തിൽ നിന്ന് കിട്ടിയ മനുഷ്യനാണെന്നൊക്കെ അവരുടെ പാരമ്പര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ യൂദ നമ്മളോട് അറ്റ്ലീസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. യൂദായുടെ ലേഖനത്തിൽ 15-14 വാക്യത്തിൽ നമ്മൾ ആക്ച്വലി കാണുന്നുണ്ട്, തന്നെ ഒരു പ്രോഫറ്റായിട്ട്, ഒരു പ്രവാചകനായിട്ട് യൂദ കണ്ട് അവിടെ എഴുതുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? അദ്ദേഹം പ്രവചിച്ചതായിട്ട്, അന്നത്തെ ആ കാലത്ത് താൻ പ്രവചിച്ചായിട്ട് നമ്മൾ വാസ്തവത്തിൽ വായിക്കുന്നുണ്ട്. ദൈവം തന്നെ എടുത്തോണ്ട് പോയതിനാൽ പിന്നെ കണ്ടില്ല. ദൈവത്തോട് അത്രയും ട്യൂൺഡ് നടന്ന ഒരു മനുഷ്യനായിരുന്നു. സിയർ ഫെയ്ത്ത് ഈസ് വാക്കിംഗ് വിത്ത് ഗോഡ്. ഇൻ ഹാബേലിൽ നമ്മൾ കണ്ടത് ഫെയ്ത്ത് ഈസ് വർഷിപ്പിംഗ് ഗോഡ്. ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. എല്ലാം വിശ്വാസത്തിന്റെ ബേസിസിലാണ്. ഓക്കെ, ഈ അവിടെ നമ്മൾ എബ്രായത്തിൽ വായിക്കുന്ന വിശ്വാസത്തിൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. അവിടെ ചിലത് God translated him എന്നാ ചിലത് പറഞ്ഞു. God translated him, for he has witness born to, for he had the witness born to him that before his translation he had been well pleasing to God. തന്നെ എടുത്തോണ്ട് പോകുന്നതിന് മുൻപ്, തന്നെ ദൈവം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന് പ്രസാദമുള്ളവനായിരുന്നു എന്ന് ദൈവത്താൽ തനിക്ക് സാക്ഷ്യമുണ്ടാകുന്നു. ഇതേപ്പറ്റി പല ആളുകളും ദൈവം തന്നെ എടുത്തോണ്ട് പോയി എന്നൊക്കെ പറയുന്നു. ചിലർ പറഞ്ഞു ദിസ് ഈസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് റാപ്ചർ ഓഫ് ദ ചർച്ച്. ദൈവസഭയ്ക്ക് ദൈവമൊക്കെ ഉണ്ടാകാൻ പോകുന്ന റാപ്ചർ, ഉൽപ്രാപണത്തെ കുറിച്ചാണ്. ആക്ച്വലി ഹാനോക്കിനെ എടുത്തോണ്ട് പോയതുപോലെ ദൈവം ഒരു ദിവസം നമ്മളെ എടുത്തോണ്ട് പോകും. നമുക്കറിയാം, അതുപോലെ തന്നെ ദൈവം മരണം കാണാതെ എടുത്തോണ്ട് പോയൊരു മനുഷ്യനാണല്ലോ ഏലിയാവ്. Elijah was also taken up that way. So when you really think about that, in 1 Thessalonians chapter 4, verse 16, the dead in Christ will rise, and those of us who are alive and remain will be caught up together to meet the Lord in the air. കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ സെയിം വേർഡ് യൂസ്, എടുക്കപ്പെടും, സ്നാച്ച് ചെയ്തുകൊണ്ട് പോവുക. തന്നെ എടുത്തോണ്ട് പോയതിനാൽ പിന്നെ കണ്ടില്ല. Enoch was just taken. ദൈവം അവനെ എടുത്തത് കൊണ്ട് പിന്നെ കണ്ടില്ല. Because God simply took him. It's probably foreshadowing of what will happen in the future. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ആ വലിയ ഉൽപ്രാപണത്തെ കുറിച്ച് നമുക്ക് വാസ്തവത്തിൽ പഴയ നിയമത്തിൽ നമുക്ക് ആക്ച്വലി ഒരു ചെറിയ ഇൻഡിക്കേഷൻ ആയിരിക്കും വാസ്തവത്തിൽ അത് നമുക്ക് നൽകുന്നത്. ഒരു കാര്യം നമുക്ക് ഈ ഹാനോക്കിനെ എടുത്തോണ്ട് പോയ അതിൽ കാണാനൊക്കുന്ന ഒരു കാര്യം, God controls when Enoch was translated. ഹാനോക്കിനെ എപ്പോൾ എടുത്തോണ്ട് പോകണം എന്നുള്ള കാര്യം തീരുമാനിച്ചത് ആരാണ്? ദൈവം. എപ്പോൾ, വെൻ എന്നുള്ള കാര്യം തീരുമാനിച്ചത് ദൈവമാണ്. ഹൗ ഹി വിൽ ബി ട്രാൻസ്ലേറ്റഡ് എന്നുള്ള കാര്യം തീരുമാനിച്ചതും ദൈവമാണ്. അപ്പൊ വെൻ എന്നുള്ളതും ഹൗ എന്നുള്ളതും ഇനി എവിടേക്കാ തന്നെ കൊണ്ടുപോയെന്നുള്ളതും തീരുമാനിച്ചത് ദൈവമാണ്. സോ വെന്നും ഹൗവും വേറും. തന്നെ ദൈവം എടുത്തോണ്ട് പോയത് എപ്പോഴാണ് അത് തീരുമാനിക്കുന്ന ദൈവം. എങ്ങനെ എടുത്തോണ്ട് പോകുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത് ദൈവം.
ഇനിയും എവിടേക്ക് തന്നെ കൊണ്ടുപോകുന്നുള്ള കാര്യങ്ങളും തീരുമാനിക്കുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിൽ we are also looking forward for that event. We don't know when that will happen. എപ്പോഴാണ് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ അറിയുന്നില്ല. എങ്ങനെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? നമ്മളോട് പറഞ്ഞ നൊടിയിടയിൽ എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. വിത്ത് ദ ട്വിങ്ക്ലിംഗ് ഓഫ് എൻ ഐ. ഇനി എവിടേക്കാ നമ്മളെ കൊണ്ടുപോകുന്നത് നമുക്കറിയാം. We don't know which part of heaven we are going. We don't know all those things. It's all in the hands of God. അങ്ങനെ വേദവസം നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. See, God has a perfect plan for us. നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട്. Okay? You see, our lives are planned for us before we ever begin to live them. നമ്മൾ ജീവിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം നമ്മളെ കുറിച്ചുള്ള മുഴുവൻ പരിപാടികളും പ്ലാൻ ചെയ്തിരുന്നു. So this is so we believe in a great God. ഇവിടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന്റെ കാരണം because God has planned everything. ഒരാള് ഞാൻ പണ്ടൊരിക്കൽ വായിച്ചതാണ്, ദൈവം ഇതെല്ലാം ചെയ്തു, everything he has done, and then God nailed the hands, യേശുവിന്റെ കരങ്ങളിൽ ആണി അടിച്ച് യേശുവിനെ ഉയർപ്പിച്ച് ഇതെല്ലാം കഴിഞ്ഞേച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഇതെല്ലാം തീർന്നു കഴിഞ്ഞു. But God said, let there be light. അപ്പം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറയുന്നതിന് മുൻപ് ഈ സംഗതികളെല്ലാം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം തീർന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. He sees the end from the beginning. ആദിയിൽ തന്നെ അന്തം കാണുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. So many verses. 2 വാക്യം വായിച്ചാൽ അവസാനിപ്പിക്കാം. യോബിന്റെ പുസ്തകം 14 അധ്യായത്തിന്റെ 5 വാക്യത്തില് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ. മനുഷ്യന് അവന്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ. അവന്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ. അവന് ലംഘിച്ചു കൂടാത്ത അതിർ നീ വെച്ചിരിക്കുന്നു. Job 14 verse 5. A person's days are determined. You have decreed the number of his months and have set limits he cannot exceed. ഞാൻ എപ്പോഴും ആ വാക്യം വായിക്കുമ്പോൾ മനസ്സിലേക്ക് ചിന്തിക്കും, കർത്താവ് ഇത് എത്ര സത്യമല്ലേ. A person's days are determined. ഒരു മനുഷ്യന്റെ ദിവസങ്ങൾ എത്രയുണ്ടെന്ന് ദൈവം ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ജേക്കബ് മാത്യുവിന്റെ ഡേറ്റ് എത്ര ദിവസം ഭൂമിയിലുണ്ടെന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. Okay, you have determined the number of months. അവന്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കലുണ്ട്. എത്ര മാസം ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. മാസം കൂട്ടിയാൽ നിങ്ങൾക്ക് വർഷം കിട്ടും. അവന് ലംഘിച്ചുകൂടാത്ത അതിർത്തി നീ വെച്ചിരിക്കുന്നു. Okay, and you have set limits that he cannot exceed. ഞാൻ എത്ര കണ്ട് ശ്രമിച്ചാലും ദൈവം വെച്ചിരിക്കുന്ന ലിമിറ്റിൽ അപ്പുറത്തോട്ട് എനിക്ക് ഒറ്റ ദിവസം പോകാൻ, I cannot even live one more day more than what God has set for me. അത് സത്യമാണെങ്കിൽ, അത് സത്യമല്ലേ, ഇത് ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. It is said in God's word. അങ്ങനെയാണെങ്കിൽ why don't we trust God? Because you don't know when you're going to die. You don't know how you're going to die. You don't know all those things. Even if it is rapture, you don't know when the rapture is going to take place, how it's going to take place, where are you going to go, which part of the heavens you go. You don't know. It's all in the hands of God. But Bible tells us everything is planned by God. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നും നീട്ടാമെന്നും ഒക്കെ പറയുന്നത് വെറുതെയാണ്. നമ്മൾ ആവശ്യമില്ലാത്ത ഒരു ആവശ്യത്തിലധികം ഇതിനൊന്നും വില കൊടുക്കരുത്. ഓക്കെ, നമ്മൾ ഇനി ഏതെല്ലാം ടോണിക്ക് മേടിച്ച് കഴിച്ചാലും, it doesn't matter what all vitamins you eat, you will never extend one more hour. As far as Bible says, you cannot extend one more day, one more month. That's biblical. But what does that mean? So you can live the way you want? No. Live responsibly so that your quality of life will be different. That's all. അത്രയും ദിവസം ജീവിക്കത്തുള്ളൂ. You don't go one more day beyond the day that is set for you. But until that day, your quality of life will be different. That's all. Nothing more. ആരും അതുകൊണ്ട് ദീർഘായുസ് ഞാൻ വരുത്താൻ പോവാൻ, I'm going to extend my life by exercise, doing this nice. ഒന്നും നടക്കാൻ പോകുന്നില്ല. It's not going to happen. But it's good for you. You feel good about your body. That's very good. Psalms 104 verse 9. And I'll read 2 more verses and we'll finish. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാതെ ഒരു അതിർത്തി ഇട്ടു. You set the boundary. They cannot cross. Never again will they'll cover the earth. So ദൈവം സമുദ്രത്തിന് അതിർത്തി വെക്കുക. You cannot come beyond this.
God puts boundaries. Nobody breaks them. In 39, Psalms 39 verse 4, യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. It's a prayer of Psalms. Show me, Lord, my life's end and the number of my days. Let me know how fleeting my life is. നമ്മൾ അതൊന്ന് പ്രാർത്ഥിച്ചത് എത്ര നന്നായിരുന്നു. How good that would have been if we had prayed like that. യഹോവ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണം. കർത്താവിനോട് പറയാം, മോനെ 2021 മാസം ഡിസംബർ മാസം 30 ഞാൻ നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ നൈസ് ഫോർ മീ, ഗുഡ് ഫോർ മീ ടു നോ. അല്ലെങ്കിൽ വാട്ട് എവർ ദ ഡേറ്റ്, ഇറ്റ് ഡസന്റ് മാറ്റർ, ഐ ഡോണ്ട് നീഡ് ടു ലീവ് ടിൽ ഡിസംബർ. ഐ വാണ്ടഡ് ടു നോ. സങ്കീർത്തനക്കാരൻ പറയാ, ഐ റിയലി വിഷ് ഐ നോ so that I can plan things well until that day. അതുവരെ കർത്താവേ ഏറ്റവും ബെസ്റ്റായിട്ട് ജീവിക്കാൻ എനിക്കൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ, എത്ര ഹ്രസ്വമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഇറ്റ് വുഡ് ഹാവ് ബീൻ സോ ഈസിയർ ഫോർ മീ ലോർഡ്. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറ്. എന്റെ പ്രശ്നം എന്നു ചോദിച്ചാൽ, എന്റെ ബുദ്ധി, മൈ ബിഗസ്റ്റ് പ്രോബ്ലം ഈസ് ദാറ്റ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ബ്രെവിറ്റി ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ ക്ഷണികത ഞാൻ അറിയാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഐ എം ഗോയിങ് ടു സ്റ്റേ ഹിയർ ഫോർ എവർ. അടുത്ത മില്ലേനിയം ഇവിടെ ഇരിക്കാൻ പോകും. ഐ എം ഗോയിങ് ടു സ്റ്റേ ഫോർ 100 years എന്നുള്ള ചിന്തയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഐ കൻ ഡൈ ടുമോറോ. ആ ഒരു ഫീലിംഗ് നമ്മളെ ഗ്രിപ്പ് ചെയ്യണം. ഭയം ഉണ്ടാകാനല്ല ഞാൻ പറഞ്ഞത്. It's a sense of urgency. I don't know if I'll be here tomorrow. So what if? Never go one more day without assurance. എബ്രായലേഖനം 9:27 പറയുന്നു, as it is appointed unto men to die once, after that this judgment. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. It is appointed. Nobody would miss that appointment. എന്നാൽ ഈ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണമെങ്കിൽ it is faith in God. കർത്താവിനോട് വിശ്വാസമാണ്. നമുക്ക് ഈ ദിവസങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, ഇങ്ങനെ ഒരു ഉഴപ്പൻ ജീവിതം ഒക്കെ ഒന്ന് മാറിയച്ച് ദൈവത്തെ ഒന്ന് അറിഞ്ഞ്, കർത്താവേ എൻ്റെ ജീവിതം എത്ര ചെറുതാണെന്നും അങ്ങ് എത്ര വലിയ ദൈവമാണെന്നും എൻ്റെ ഡേയ്സ് എല്ലാം കർത്താവ് ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. Every last day is written, last hour is written, last day, last month is written. Lord, please show me, Lord. ഒന്ന് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാനൊന്ന് ഒരുങ്ങിയനെ കർത്താവേ. പക്ഷേ unfortunately, the Lord does not show us that. He doesn't show us. He wants us to obey Him all the time. നമ്മുടെ ദൈവത്തെ എന്നും എപ്പോഴും റെഡിയായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. Prepare yourself. ഇന്ന് ചില സമയത്ത് ഞാൻ പിള്ളേരോടൊക്കെ യങ്സ്റ്റേഴ്സിനോടൊക്കെ ചോദിക്കും, മക്കളെ കർത്താവ് ഇന്ന് വന്നാൽ പോകുമോ? The Lord comes, will you go? അപ്പൊ പറഞ്ഞു, I'm not sure, I'm not really ready. I said, when are you going to be ready? എപ്പോഴാ റെഡി ആവുന്നേ കുഞ്ഞെ? I have things I need to get ready. So അവരെ ഭരിക്കുന്ന ഒരു വലിയ ചിന്ത എന്താണെന്നറിയുമോ? I'm only 20 years of age. I'm only 25. I still got 75 years to live. So why should I worry? That needs to go. ജീവിതത്തിന്റെ ഹ്രസ്വത, the brevity of life. We should realize, എൻ്റെ നാളുകളെ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കണേ കർത്താവേ. ഞാനുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ. This is where really faith comes. എന്നെ കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ അറിയുവാൻ വിശ്വാസത്തിന്റെ കണ്ണുകളും തുറക്കണമേ കർത്താവേ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. എപ്പോഴാ ദൈവം എടുത്തോണ്ട് പോകുന്നു ഹാനോക്കിന് അറിയത്തില്ലായിരുന്നു. Enoch walked with God. ഹാനോക്ക് ദൈവത്തോടു കൂടെ ഇങ്ങനെ നടന്നു. God one day decided, it's time for me to take him. I'm going to stop there. We'll come back and pick on Enoch next time. A little bit on Enoch. And then we'll go on with the other people. So faith, in the case of Abel, faith is worshiping. Faith in the case of Enoch, faith is walking. ഒന്ന് വിശ്വാസം നടക്കുന്നു, വിശ്വാസം ആരാധിക്കുന്നു. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ കേട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ശാന്തമായിട്ട് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചതുകൊണ്ട് സ്തോത്രം.
Lord, thank you for dealing with me, Lord. Help me, Lord, to remember my days. നമുക്ക് പ്രാർത്ഥിക്കാം.